ഹലോ. അപ്പോൾ ഖത്തറിൽ ഇന്നലെ നാഷണൽ ഡേ ആയിരുന്നു. അപ്പോൾ ഈ വീക്ക് ലോങ് വീക്കെൻഡാണ്. കാരണം തേഴ്സ്ഡേ അല്ലേ നാഷണൽ ഡേ വന്നത്. അപ്പോൾ തേഴ്സ്ഡേ ഫ്രൈഡേ 2 ദിവസം അടുപ്പിച്ച് ലീവുണ്ട്. ഇന്നലെ നാഷണൽ ഡേ ആണെന്ന് പറഞ്ഞിട്ടും ലീവാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇന്നലത്തെ ലീവ് മഴ കൊണ്ടുപോയിട്ടുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് തുടങ്ങിയ മഴ, നല്ല അടിപൊളി മഴ, രാത്രി വരെ അങ്ങ് നിൽക്കാതെ പെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഖത്തറിൽ വന്നിട്ട് ഇങ്ങനെ മഴ കാണുന്നത്. ഇതുവരെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഇന്ന് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് പുറത്തിറങ്ങിയിട്ട് ദർബൽ സായിലേക്കാണ് പോയിട്ടുള്ളത്. നാഷണൽ ഡേ സംബന്ധിച്ച് നടക്കുന്ന കുറേ പരിപാടി എപ്പോഴും എല്ലാ വർഷവും ഇവിടെ ഇങ്ങനെ പരിപാടി നടക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ വർഷം വന്നിട്ടുണ്ട്. എന്താ സംഭവം എന്നൊക്കെ നമുക്ക് അറിയണമല്ലോ. അപ്പോൾ ഇവിടെ ഫ്രീ എൻട്രി ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ എൻട്രി ഫീൻ്റെ ഒരാൾക്ക് 20 റിയാൽ വെച്ചിട്ട്, കുട്ടികൾക്ക് ഫ്രീ ആണ്. അപ്പോൾ ഇത് കുട്ടികളാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ആയിട്ട് ഞാൻ കണ്ടത്. കാരണം അവരുടെ ഫേസിലേക്ക് ഇങ്ങനെ ലീഡ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ പിടിക്കാൻ വേണ്ടി ഓടും. ഞാൻ കുട്ടികളാണ് ഒരുപാട് എക്സൈറ്റ്മെൻ്റ് ആയിട്ട് കണ്ടത്. നമുക്കും കാണാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഖത്തറിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൽ ഫുള്ള് സ്ക്രീനിൽ നമുക്ക് അങ്ങനെ കാണിച്ചു തരുന്ന ഒരു സംഭവമാണ്. പിന്നെ ആസ് യൂഷ്വൽ ക്യാമൽ റൈഡ്, പിന്നെ ഹോഴ്സ് റൈഡ് അങ്ങനെയൊക്കെ ഉണ്ടാകും. ഹോഴ്സിന് ഞാൻ കണ്ടില്ല കേട്ടോ. പിന്നെ അവരുടേതായിട്ടുള്ള ഖത്തറിൻ്റെ കൾച്ചറിനെ പറ്റി ആയിട്ടുള്ള പെർഫോമൻസൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നുണ്ട്. പിന്നെ തണുപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ അതിഭീകരമായ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. മഴയും കൂടെ പെയ്തപ്പോൾ തണുപ്പ് അങ്ങോട്ട് കൂടി. കൈയൊക്കെ ഇങ്ങനെ കോച്ചായിരുന്നു. എന്നാലും കുഴപ്പമില്ല. ഇങ്ങനെ ഖത്തറിൽ വരുമ്പോഴല്ലേ, ഇങ്ങനെ വിൻ്ററിൽ ഇങ്ങനെ പരിപാടികൾ വരുമ്പോഴല്ലേ കാണാൻ പറ്റുള്ളൂ.